ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം എന്താണ് പാകിസ്ഥാൻ മണ്ണിൽ സംഭവിക്കുന്നത്? പാക് മണ്ണിൽ അസ്ഥിരത പിടിമുറുക്കുന്നതിന്റെ ലക്ഷണമാണോ പാക് സൈന്യത്തിന് നേരെ നടക്കുന്ന ഭീകരാക്രമണങ്ങൾ? അയൽ രാജ്യങ്ങളോട് ശത്രുത പുലർത്തുമ്പോൾ തന്നെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നട്ടം തിരിയുകയാണോ പാകിസ്ഥാൻ? അയൽ രാജ്യത്തെ പ്രശ്നങ്ങൾ ഇന്ത്യക്ക് തലവേദനയാകുമോ? വിശദമായി പരിശോധിക്കാം. രാജ്യത്ത് എല്ലാം ശരിയായി നടക്കുന്നുവെന്ന് മന്ത്രിമാരും ജനറൽമാരും വീമ്പിളക്കുമ്പോഴും പാകിസ്ഥാനിൽ ചോര ഒഴുകുന്നുവെന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. അഫ്ഗാനിസ്ഥാനിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പാകിസ്ഥാന്റെ വർദ്ധിച്ചുവരുന്ന നിരാശ പ്രകടമാണ്. സമീപകാല ഭീകരാക്രമണങ്ങൾ പാക് സുരക്ഷാ സേനയുടെ മനോവീര്യത്തിന് കനത്ത പ്രഹരമേൽപ്പിച്ചിട്ടുണ്ട്. സമീപകാലത്ത് നിരവധി ഭീകരാക്രമണങ്ങൾക്കിരയായ പാകിസ്ഥാന്റെ സുരക്ഷാ സംവിധാനത്തെക്കുറിച്ച് ഗുരുതരമായ ചോദ്യങ്ങളാണ് ഉയരുന്നത്. പാകിസ്ഥാൻ സൈന്യത്തിന്റെ കണക്കനുസരിച്ച് രാജ്യത്തെ ഖൈബർ പഖ്തൂൺഖ സായുധ പോരാളികളുമായുള്ള വെടിവെപ്പിൽ 11 സൈനികരാണ് കൊല്ലപ്പെട്ടത്. ഒക്ടോബർ 8-ന് അഫ്ഗാൻ അതിർത്തിക്കടുത്തുള്ള റക്സായി ജില്ലയിൽ ഒരു ഇന്റലിജൻസ് ഓപ്പറേഷനിടെയാണ് വെടിവെപ്പുണ്ടായത്. റെയ്ഡിനിടെ നടന്ന ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം നിരോധിത ഗ്രൂപ്പായ തെഹ്രിക്ക് താലിബാൻ ഏറ്റെടുത്തു. നിരോധിത ഗ്രൂപ്പുകളെ പരാമർശിക്കാൻ ഉപയോഗിക്കുന്ന പദമായ ഖവാരിജുമായി തീവ്രമായ വെടിവെപ്പുണ്ടായതായാണ് സൈന്യം അവകാശപ്പെട്ടത്. മരിച്ചവരിൽ ലഫ്റ്റനന്റ് കേണൽ ജുനൈദ് ആരിഫ്, ഡെപ്യൂട്ടി മേജർ തയ്യാബ് റാഹത്ത്, മറ്റ് 9 സൈനികർ എന്നിവരും ഉൾപ്പെടുന്നു. 19 പോരാളികളും കൊല്ലപ്പെട്ടതായി സൈന്യം അറിയിച്ചു. പോരാളികൾ സൈനിക വാഹന വ്യൂഹത്തിന് നേരെ റോഡരികിൽ സ്ഥാപിച്ച ബോംബ് ഉപയോഗിച്ച് പതിയിരുന്ന് ആക്രമണം നടത്തിയതിനു ശേഷം വെടിയുതിർത്തുവെന്ന് പാകിസ്ഥാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്തു. അതേസമയം പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് സുരക്ഷാ സേനയുടെ സേവനത്തെ പ്രശംസിക്കുകയും ജീവൻ നഷ്ടപ്പെട്ട സൈനികർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തു. എന്നിരുന്നാലും വാസ്തവത്തിൽ പാകിസ്ഥാൻ സൈന്യം നിരാശരായതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കൂടാതെ തങ്ങളുടെ രാജ്യം സുരക്ഷിതമാണെന്ന രാജ്യത്തിന്റെ സൈനിക മേധാവിയുടെയും മറ്റ് ഉന്നത സൈനിക മേധാവികളുടെയും അവകാശവാദങ്ങൾ ഈ ഭയാനകമായ ഭീകരാക്രമണത്തോടെ തകരുകയും ചെയ്തു. സർക്കാരിനെ അട്ടിമറിച്ച് പകരം ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന തെഹ്രിക്ക് താലിബാൻ കഴിഞ്ഞ മാസങ്ങളിൽ പാകിസ്ഥാൻ സുരക്ഷാ സേനയ്ക്കെതിരായ ആക്രമണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. പാകിസ്ഥാനെതിരെ ആക്രമണങ്ങൾ പരിശീലിപ്പിക്കാനും ആസൂത്രണം ചെയ്യാനും അയൽ രാജ്യമായ അഫ്ഗാനിസ്ഥാനെയാണ് ഈ സംഘം ഉപയോഗിക്കുന്നതെന്ന് പാക് സർക്കാർ വൃത്തങ്ങൾ ആരോപിക്കുന്നു. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും നിരോധിത ഗ്രൂപ്പുകൾക്ക് ഫണ്ടിംഗ് നൽകുന്നുവെന്നും ആരോപണമുണ്ട്. എന്നാൽ ഈ ആരോപണങ്ങൾ ഇരു രാജ്യങ്ങളും ഒരുപോലെ നിഷേധിക്കുകയാണ്. അതേസമയം അഫ്ഗാൻ വിദേശകാര്യമന്ത്രി ആമിർ ഖാൻ മുക്തേക്കി ഇന്ത്യയിലെത്തിയത് സൂക്ഷ്മമായാണ് പാകിസ്ഥാൻ നോക്കിക്കാണുന്നത്. 2021-ൽ താലിബാൻ അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സൈന്യത്തിന്റെ പിൻവാങ്ങലിനും കാബൂളിന്റെ പതനത്തിനും ശേഷം ഒരു ഉന്നത താലിബാൻ നേതാവിന്റെ ആദ്യ സന്ദർശനമാണ് ഇത്. ഒക്ടോബർ 9-ന് ആമിർ ഖാൻ മുത്തക്കിയുടെ യാത്ര സാധ്യമായത് UN സുരക്ഷാ കൗൺസിൽ അദ്ദേഹത്തിന് യാത്രാ ഇളവ് അനുവദിച്ചതിനു ശേഷമാണ്. ഇന്ത്യയുടെ പ്രാദേശിക എതിരാളിയായ പാകിസ്ഥാൻ അദ്ദേഹത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. അതേസമയം ഇന്ത്യ താലിബാൻ സർക്കാരുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നുവെന്നതും പാകിസ്ഥാനെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട്. ഈ വർഷം ജനുവരിയിൽ ദുബായിൽ വെച്ച് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുമായി മുത്തക്കി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സാമ്പത്തിക ബന്ധങ്ങൾക്കും നയതന്ത്ര അംഗീകാരത്തിനും വേണ്ടി പ്രാദേശിക ശക്തികളുമായുള്ള ഇടപെടൽ വികസിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് താലിബാൻ നടത്തുന്നത്. താലിബാൻ ഭരണകൂടത്തെ ഔദ്യോഗികമായി അംഗീകരിച്ച ഒരേയൊരു രാജ്യമായ റഷ്യയിലെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് മുത്തക്കിയുടെ സന്ദർശനം. താലിബാൻ അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം നിരവധി അഫ്ഗാനികൾ രാജ്യം വിട്ട് പലായനം ചെയ്തു. 10,000-കണക്കിന് അഫ്ഗാനികൾക്ക് ഇന്ത്യ വളരെ കാലമായി ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കാബൂളിലെ ഇന്ത്യൻ ദൗത്യം വ്യാപകമായ സ്വീകാര്യത തേടുന്നുവെന്നും അനുമാനിക്കാം. ഒക്ടോബർ 7-ന് മോസ്കോയിൽ മുത്തക്കി പങ്കെടുത്ത ഒരു യോഗത്തിൽ ഇന്ത്യ, പാകിസ്ഥാൻ, ഇറാൻ, ചൈന, മറ്റ് മധ്യേഷ്യൻ രാജ്യങ്ങൾ മേഖലയിൽ വിദേശ സൈന്യത്തെ വിന്യസിക്കുന്നതിനെതിരെ ഒരു സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയിരുന്നു. കാബൂളിനടുത്തുള്ള ബഗ്രാം സൈനിക താവളത്തിന്റെ നിയന്ത്രണം തിരിച്ചുപിടിക്കുകയെന്ന ട്രംപിന്റെ പ്രഖ്യാപിത ലക്ഷ്യത്തോടുള്ള എതിർപ്പിന്റെ സൂചനയായിരുന്നു ഈ പ്രസ്താവനയെന്ന് കണക്കാക്കപ്പെടുന്നു. അതിനിടെ ഇന്ത്യക്കെതിരെ അടിസ്ഥാനരഹിതമായ പ്രസ്താവനകളുമായി പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് രംഗത്തെത്തി.
മുഗൾ ചക്രവർത്തി ഔറംഗസേബിന്റെ ഭരണത്തിന് കീഴിലല്ലാതെ ഇന്ത്യ ഒരിക്കലും യഥാർത്ഥത്തിൽ ഐക്യപ്പെട്ടിട്ടില്ല എന്ന് ആരോപിച്ചു. പാകിസ്ഥാന്റെ സമ ടിവിക്ക് നൽകിയ അഭിമുഖത്തിൽ ഇന്ത്യയുമായുള്ള യുദ്ധസാധ്യതകൾ യാഥാർത്ഥ്യമാണ് എന്നും ആസിഫ് പറഞ്ഞു. പാകിസ്ഥാൻ സൈന്യത്തിനു വേണ്ടി പറയുന്ന ഇത്തരം പ്രസ്താവനകൾ ഒരു പ്രതിരോധ മന്ത്രിക്ക് അനുയോജ്യമല്ല. ഭരണകൂടം സ്പോൺസർ ചെയ്യുന്ന ഭീകരതയെ പിന്തുണച്ചാൽ ശക്തമായ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ഇന്ത്യ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ പരാമർശം. ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം 7 പതിറ്റാണ്ടിലേറെയായി ഇന്ത്യ സ്ഥിരതയുള്ളതും ഏകീകൃതവുമായ ഒരു ജനാധിപത്യമായി തുടരുന്നു. പാകിസ്ഥാനിൽ നിരവധി സൈനിക അട്ടിമറികളും ആഭ്യന്തര വിഘടനങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂരിനിടെ ഇന്ത്യ 9 ഭീകര കേന്ദ്രങ്ങൾ നശിപ്പിച്ചതിനു ശേഷം പാകിസ്ഥാന്റെ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്ന പ്രചാരണം ഖ്വാജ ആസിഫ് തുടങ്ങിയിട്ടുണ്ട്. CNN നൽകിയ അഭിമുഖത്തിനിടെ ആക്രമണത്തിനിടെ പാകിസ്ഥാൻ ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടതായി വ്യാജവാർത്ത പ്രചരിപ്പിക്കാൻ ആസിഫ് ശ്രമിച്ചു. തെളിവ് ചോദിച്ചപ്പോൾ അദ്ദേഹം അത് സോഷ്യൽ മീഡിയയാണെന്ന് ആരോപിച്ചു. ഇത് സോഷ്യൽ മീഡിയയിലുടനീളമാണ്. ഇന്ത്യൻ സോഷ്യൽ മീഡിയയിലാണ്. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, ഈ ജെറ്റുകളുടെ അവശിഷ്ടങ്ങൾ കാശ്മീരിൽ വീണു, അദ്ദേഹം അവകാശപ്പെട്ടു. CNN അവതാരക ബൈക്കി ആൻഡേഴ്സൺ പെട്ടെന്നിടപെട്ട് സോഷ്യൽ മീഡിയ ഉള്ളടക്കത്തെക്കുറിച്ച് സംസാരിക്കരുതെന്ന് പറഞ്ഞു. അതേസമയം പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനമായ കാബൂളിൽ ഒക്ടോബർ 9 വ്യോമാക്രമണം നടത്തി. കാബൂളിലെ തെഹ്രിക്ക് താലിബാൻ പാകിസ്ഥാൻ സ്ഥാനങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണങ്ങൾ. അഫ്ഗാനിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി ആമിർ ഖാൻ മുത്തക്കി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ഉന്നതതല കൂടിക്കാഴ്ചയ്ക്കായി ഇന്ത്യ സന്ദർശിച്ച സമയത്തായിരുന്നു ആക്രമണമെന്നത് ശ്രദ്ധേയമാണ്. സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട നിരവധി വീഡിയോകളിൽ വീടുകളെ വിറപ്പിക്കുന്ന ഒന്നിലധികം സ്ഫോടനങ്ങളുടെ ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ കേൾക്കാമായിരുന്നു. നേരത്തെ നിരവധി മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം അഫ്ഗാൻ മണ്ണിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ആരോപിക്കുന്ന TTP നേതാവ് നൂർവാലി മെഹ്സൂദിനെ ലക്ഷ്യം വെച്ചിട്ടുള്ളതായിരുന്നു ആക്രമണങ്ങൾ. എന്നിരുന്നാലും മണിക്കൂറുകൾക്ക് ശേഷം മെഹ്സൂദിന്റേതെന്ന് അവകാശപ്പെടുന്ന ഒരു വൈറൽ ഓഡിയോ റെക്കോർഡിംഗ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാൻ തുടങ്ങി. അതിൽ അദ്ദേഹം തന്റെ മരണത്തെയും തിരോധാനത്തെയും നിഷേധിച്ചു. നേരത്തെ ഖ്വാജ ആസിഫ് ദേശീയ അസംബ്ലിയിൽ അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്ക് ഉത്തരവാദികളായ തീവ്രവാദികളെ കാബൂൾ സംരക്ഷിക്കുന്നുവെന്ന് ആരോപിച്ചിരുന്നു. പാകിസ്ഥാൻ കൂടുതൽ ആക്രമണങ്ങൾ അനുവദിക്കില്ലെന്ന മുന്നറിയിപ്പും നൽകിയിരുന്നു. പാകിസ്ഥാൻ സൈനികരിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും സുരക്ഷാ സേനയുടെ ആത്മവീര്യം തകർക്കുകയും ചെയ്ത സമീപകാല ഭീകരാക്രമണം വിലയിരുത്തുമ്പോൾ പാകിസ്ഥാന്റെ സുരക്ഷാ സംവിധാനം തകർച്ചയിലാണെന്ന് വ്യക്തമാണ്. അതിന്റെ രഹസ്യാന്വേഷണ ശേഖരണ സംവിധാനവും ഭീകരവിരുദ്ധ സംവിധാനവും ഒട്ടും പ്രൊഫഷണൽ അല്ല. അഫ്ഗാനിസ്ഥാനെ ഭയപ്പെടുത്താനും അഫ്ഗാൻ വിദേശകാര്യമന്ത്രിയുടെ ഇന്ത്യ സന്ദർശനത്തിന് ഇന്ത്യക്ക് ഒരു സൂചന നൽകാനുമായി കാബൂളിലെ സിവിലിയൻ കേന്ദ്രങ്ങളിൽ നടത്തുന്ന വ്യോമാക്രമണങ്ങളിൽ നിന്നും പാകിസ്ഥാന്റെ നിരാശ വ്യക്തമാണ്.